ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാർ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക കറിയാണ്. അതിനായിട്ടൊരു 1/4 കിലോ നെല്ലിക്കയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നെല്ലിക്കയെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് നെല്ലിക്കയൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നെല്ലിക്ക ചാറ് കറിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കാം. നമുക്ക് തീ കൂട്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നെല്ലിക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നെല്ലിക്കയൊക്കെ വെന്ത് കിട്ടാൻ ഒരുപാട് സമയം പിടിക്കും. നെല്ലിക്ക വേവിക്കാൻ ഇടുമ്പോൾ വരഞ്ഞിട്ട് വേണം വേവിക്കാൻ ഇട്ട് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ഉള്ളിൽ ഉപ്പെല്ലാം പിടിക്കുകയുള്ളൂ. ഇനി അടുപ്പിലൊരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലെണ്ണയും നമുക്ക് ചേർത്ത് ഈ കറി ചെയ്യാൻ വളരെ നല്ലതാണ്. ഇനി അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഉലുവയാണ്. ഉലുവയോടൊപ്പം തന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം നമുക്കൊന്ന് പൊട്ടിക്കിട്ടണം. ഉലുവയുടെ അളവ് കൂടിപ്പോകരുത്, വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. നമ്മൾ ഈ കറി നല്ല തിളപ്പിക്കുന്നത് കൊണ്ട് കയ്പിറങ്ങും, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇത് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നമുക്കൊന്ന് വറുത്തെടുക്കണം. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അളവും കൂടിപ്പോകരുത്, കറക്റ്റായിട്ട് തന്നെ നിൽക്കണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് കീറിയതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. ഈ കറിയിൽ വേറെ മസാലപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. വെറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചെയ്തെടുക്കുന്ന ഒരു കറിയാണ്. ഞാനിപ്പോൾ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ സാദാ മുളക് പൊടി കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നെല്ലിക്കയിൽ നമ്മൾ ചേർക്കാത്ത ഒരു ഐറ്റമാണ്, തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു വലിയ തക്കാളി അരിഞ്ഞതാണിത്. നമ്മുടെ ഈ കറിയുടെ പ്രത്യേകത തന്നെ തക്കാളി ചേർക്കുന്നത് കൊണ്ടാണ്. നെല്ലിക്കയിൽ ആരും തക്കാളി ചേർക്കുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കിട്ടിയത്. തക്കാളി നല്ല വെന്തുടയുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പം പുളിയില്ലാത്ത ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1-2 തക്കാളി ചേർത്താലും കുഴപ്പമില്ല, കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. ഈ കറിയിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. വളരെ വ്യത്യസ്തമായൊരു രുചിയോട് കൂടിയുള്ളൊരു കറിയാണ്. എണ്ണയിലിട്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വെന്തുടയുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പം തക്കാളിയെല്ലാം ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെറും 2 പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇവ രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കായം കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു മണവും ഈ കറിക്ക് കിട്ടുന്നത് നല്ലതാണ്. പക്ഷെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചില ഐറ്റംസൊക്കെ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തക്കാളിയിൽ നമ്മൾ പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മളിനി വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നെല്ലിക്ക വേവിച്ചപ്പോൾ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് വേറെ ഉപ്പൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കിവ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച നെല്ലിക്കയെല്ലാം നല്ലതുപോലെ വെന്ത് വരുന്ന രീതിയിൽ വേണം എടുക്കാൻ. നമ്മൾ ആദ്യം ചേർത്തപ്പോൾ നെല്ലിക്ക ചൂടാക്കിയെങ്കിലും ഒരു 1/4 വേവിലാണ് ഞാൻ അത് എടുത്തത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഈ അരപ്പിൽ കിടന്നാണ് വെന്ത് കിട്ടാൻ. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് എല്ലാ നെല്ലിക്കയും ഒരേ പരുവത്തിൽ വെന്ത് കിട്ടുന്നത്. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നെല്ലിക്കയിലുള്ള കയ്പെല്ലാം മാറും. നമ്മുടെ ഈ നെല്ലിക്ക കറിക്ക് ഒട്ടും കയ്പൊന്നും കാണുകയില്ല. വളരെ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് തോന്നും. ചോറിനോടൊപ്പം നമുക്ക് ഒഴിച്ചു വേണമെങ്കിൽ കൂടിയും കഴിക്കാവുന്നതാണ്. അതല്ല നമുക്ക് കുറച്ച് വറ്റിച്ച കറിയാണ് ഇഷ്ടമെങ്കിൽ അതും ആവാം. കുറച്ച് നേരം നമുക്ക് അടുപ്പിലിട്ടാൽ ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടുന്നതാണ്. ഈ കറി ചെയ്ത ശേഷം നമുക്ക് അന്ന് ഉപയോഗിക്കാൻ പാടില്ല, അടുത്ത ദിവസമാണ് ഉപയോഗിക്കാൻ. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അരപ്പും ആ പുളിവെള്ളത്തിൻ്റെ പുളിയൊക്കെ ഈ നെല്ലിക്കയിൽ പിടിച്ചിരിക്കുന്നത്. കറി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ ചട്ടിയിൽ തന്നെ വെച്ച് നമുക്കൊന്ന് അടച്ച് മാറ്റി വെച്ചേക്കാവുന്നതാണ്. ഒരു രാത്രി മുഴുവൻ വെച്ചിരിക്കാം, അപ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി ഒരല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം.
നമ്മുടെ കറിയൊക്കെ ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വേവാനുണ്ട്. ഞാനൊന്ന് തീ കൂട്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ സാധാരണ എപ്പോഴും നെല്ലിക്ക അച്ചാർ, നെല്ലിക്ക ഉപ്പിലിട്ടത്, നെല്ലിക്ക കറി വരെ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇങ്ങനൊരു കറി നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂ, വളരെ ഇഷ്ടപ്പെടുന്നതാണ്. നെല്ലിക്കയുടെ രുചിയും ആ തക്കാളിയൊക്കെ ഒന്നിച്ച് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. വലിയ പുളിപ്പൊന്നും കാണുകയില്ല. പുളിയൊക്കെ ഒഴിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും വലിയ പുളിയുള്ള കറിയാണോ എന്ന്. അങ്ങനെയൊന്നുമില്ല. ഒരു പുളിയും അങ്ങനെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് തോന്നുകയില്ല. കറക്റ്റ് ലെവലിൽ തന്നെ എല്ലാം വന്നിരിക്കും. നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നിറയെ ഒഴിക്കാൻ പാടില്ല. ഒരു മിതമായ രീതിയിൽ വേണം ഒഴിക്കാൻ. നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറിക്ക് തീരെ പുളിപ്പായി പോകും. അപ്പം അതൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ കറി വളരെയധികം രുചിയായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളി ചേർത്ത നെല്ലിക്ക കറിയൊക്കെ അടിപൊളിയായി കിട്ടിക്കഴിഞ്ഞു. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.